സുഖങ്ങളിൽ ഈ ജീവിത സമരം ഭീകരമാണിവിടം. ഭയന്നു പോയി ഞാൻ ഭൂതല സുഖമൻ ഭാവിയിലുതകാതാ ശോകാകുലനായി വരുന്നു ഞാനൻ ജീവിത ഭാരവുമാ. കാരുണ്യത്തിൻ കലവറയാം പാതേ ചേർന്നിടുവാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25-ാം സങ്കീർത്തനം 22-ാം വാക്യം. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ദാവീദ് തന്നെക്കുറിച്ച് മാത്രമല്ല, തൻ്റെ മകൻ്റെയും തൻ്റെ നിരവധി ജനങ്ങളുടെയും അസ്വാഭാവിക മത്സരം മൂലം കഷ്ടത്തിലായ മുഴുവൻ ഇസ്രായേൽ ജനത്തെക്കുറിച്ചും ആശങ്കാകുലനാകുന്നു. അത് മുഖാന്തരം മുഴുവൻ ഇസ്രായേലിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഭ കഷ്ടത്തിലും അപകടത്തിലുമായിരിക്കുമ്പോൾ നല്ല മനുഷ്യർക്ക് സ്വന്തം സുരക്ഷയിൽ വലിയ ആശ്വാസമില്ല. പ്രിയ സ്നേഹിതരെ, ഈ നാളുകളിൽ നാമും നമ്മുടെ സുരക്ഷയും വിടുതലും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരാതെ നശിച്ചു പോകുന്ന ദേശത്തെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും ഭാരമുള്ളവരായി ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങാം. അവൻ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നാളുകളിൽ നിൻ്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.